രാഹുൽ മാങ്കുട്ടത്തിലിന്റെ എതിരായ ലൈംഗിക പരാതി അന്വേഷിക്കുന്ന സംഘം ഉടൻ യോഗം ചേരും. ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്താണ് യോഗം. മേധാവി എച്ച് വെങ്കടേഷ് SIT യോഗത്തിൽ പങ്കെടുക്കും. അന്വേഷണ രീതികൾ യോഗത്തിൽ തീരുമാനിക്കും. റഹീസ് റഷീദുണ്ട് വിവരങ്ങളുമായി. റഹീസ് റഷീദ്, ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന്റെ യോഗം ചേരുകയാണ്. ആരുടെ നേതൃത്വത്തിലാകും അന്വേഷണം? അന്വേഷണത്തിന്റെ ആദ്യപടി എങ്ങനെയാകും? സ്മൃതി, ക്രൈംബ്രാഞ്ചിന്റെ DYSP L ഷാജിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗിക പരാതിയുമായി ബന്ധപ്പെട്ട കേസ് അന്വേഷിക്കുക. ഇതുമായി ബന്ധപ്പെട്ട ഏത് തരത്തിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകണം എന്നത് തീരുമാനിക്കാനുള്ള ഒരു പ്രത്യേക യോഗം, പ്രത്യേക ഉദ്യോഗസ്ഥരുടെ SIT ടീമിലെ ഉദ്യോഗസ്ഥരുടെ യോഗം അല്പസമയത്തിനകം ക്രൈംബ്രാഞ്ച് ഓഫീസിൽ തുടങ്ങും. ആ യോഗത്തിൽ ക്രൈംബ്രാഞ്ച് മേധാവി എച്ച് വെങ്കടേഷും പങ്കെടുക്കുന്നുണ്ട്. 13 പരാതിയാണ് വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ലഭിച്ചിരിക്കുന്നത്. അതെല്ലാം തേർഡ് പാർട്ടികളാണ് പരാതി കൊടുത്തിരിക്കുന്നത്. രാഷ്ട്രീയ പ്രവർത്തകരോ പൊതുപ്രവർത്തകരോ മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ പരാതി നൽകിയിരിക്കുന്നു. ഈ പരാതികളിൽ ഏത് തരത്തിലാണ് അന്വേഷണം? ഇപ്പോൾ അന്വേഷണ സംഘം തീരുമാനിക്കുന്നത് ആദ്യം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അടുത്ത് പോയി മൊഴിയെടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാക്കരുത് എന്നതാണ് അന്വേഷണ സംഘം ഇന്നലെ വൈകിട്ട് പ്രാഥമികമായി തീരുമാനിച്ചിരിക്കുന്നത്. പകരം ഈ ഓഡിയോ സംഭാഷണം പുറത്തു വന്ന സാഹചര്യത്തിൽ ആ ഓഡിയോ സംഭാഷണത്തിൽ പറയുന്ന യുവതിയുടെ മൊഴിയെടുക്കണം, റിനി ആൻ ജോർജിന്റെ മൊഴി എടുക്കണം. ആ തരത്തിൽ രാഹുലിനെതിരെ രംഗത്ത് വന്ന ആളുകളുടെ മൊഴി രേഖപ്പെടുത്തി ചില തെളിവുകൾ കൂടി ശേഖരിച്ചതിന് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് പോവുക എന്നതാണ് പ്രാഥമികമായി അന്വേഷണ സംഘം ഇന്നലെ തീരുമാനിച്ചിരിക്കുന്നത്. അതിൽ ഏത് രീതിയിൽ ഏതൊക്കെ അന്വേഷണം നടത്തണം, ഇതിൽ ഇനി വനിതാ പോലീസ് ഉദ്യോഗസ്ഥരെ കൂടി ഈ അന്വേഷണ SITയിൽ ഉൾപ്പെടുത്തും എന്നാണ് മനസ്സിലാക്കുന്നത്. സൈബർ വിദഗ്ധരെ കൂടി ഈ SITയുടെ ഭാഗമാക്കും. എന്നിട്ട് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവുക. നാളെ മുതൽ തന്നെ മൊഴിയെടുപ്പ് ആരംഭിക്കാനുള്ള തീരുമാനം ഇന്നലെ അവർ എടുത്തിരുന്നു. ഇന്ന് ചേരുന്ന യോഗത്തിലായിരിക്കും ഏത് ഡേറ്റിൽ ആരെയൊക്കെ മൊഴിയെടുക്കണം, ഏത് തരത്തിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് തീരുമാനിക്കുന്നത്. അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് ഒരു നിർണായക യോഗമാണ് അല്പസമയത്തിനകം നടക്കാൻ പോകുന്നത്.